ഇത് നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഒരു പെപ്പ് ഇൻകംപ്ലീറ്റ് ആക്കിയത്, അതിൻ്റെ മറ്റൊരു സാധനം. പക്ഷെ ഇത് വൃത്തിയുള്ള നോ പ്രോബ്സ്. നോക്കാം, വായിക്കല്ലേ? വായിച്ചോ? ഞാൻ വായിച്ചോളൂ, അല്ല തെറ്റ് നോക്കി നോക്കൂട്ടാ. ക്വസ്റ്റ്യൻ ഇതിൽ വായിക്കാം. The particulars relating to 1200 kilogram of a certain raw material purchased by a company during June were as follows. Lot price quoted by supplier accepted by company. ഒരു ലോട്ട് പ്രൈസ് വന്നിട്ട് ആദ്യം 1000 കിലോഗ്രാം വരെ മേടിക്കുകയാണെങ്കിൽ 22 രൂപയാണ്. ഓക്കെ അല്ലേ? എന്നാൽ 1000-ന് 1500-നാണെങ്കിൽ എത്ര? 20. 1500-ന് 2018. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ഏതോ നമ്മൾ 1200 മേടിച്ച് അത് ഏത് ബിറ്റ്വീനാണ് വരിക? 1000-ൻ്റെ 1000. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എത്രയെന്ന് കിട്ടി? 20. ഒന്നുമല്ല, പ്രൈസ് 20 തരുന്നതിന് പകരം ഇങ്ങനെ തന്നു. ട്രേഡ് ഡിസ്കൗണ്ട് എത്ര % ഉണ്ട്? 20 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1200 × 20 അടിക്കുക, എന്നിട്ട് എന്ത് ലെസ് ചെയ്യുക? ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പിന്നെ അഡീഷണൽ ചാർജ് ഫോർ കണ്ടെയ്നർ ഉണ്ട് അത്രേ 10. അത് നോൺ റിട്ടേണബിൾ ഒന്നുമില്ല. ഓക്കെ അല്ലേ? 10 ഉറുപ്പ്യ വെച്ചിട്ട് ഡ്രമ്മിനുണ്ട്. എത്ര എമൗണ്ട് വരിക? 10 പെർ ഡ്രം. അങ്ങനെയാണ് അല്ലേ? 25 കിലോഗ്രാം കൊള്ളുന്ന ഡ്രമ്മാണ്. ഒരു ഡ്രമ്മിനാണ് എത്ര? 10. അപ്പോൾ എത്ര ഡ്രം വേണം? 1200 ഡിവൈഡ് ബൈ 25 എത്ര വരും? പെട്ടെന്നാവട്ടെ. എത്ര? 48 × 10. അപ്പോൾ എത്ര വരും? 480 രൂപ ഏതിന് വരും? ഡ്രമ്മിന് വരും. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. സപ്ലയറുടെ സ്ഥലം നമുക്കൊരു പിക്ചർ പോലെ വരയ്ക്കാം. സപ്ലയറുടെ സ്ഥലം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഏതാ? സ്റ്റോർ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ കഥ. ഓക്കെ. അപ്പോൾ ഡ്രമ്മിൻ്റെ പൈസ ഒക്കെ അവിടെ കൊടുത്തിട്ട് സാധനം എടുത്ത് ക്രെഡിറ്റ് അലൗഡ് അവിടെ ഉണ്ട് കേട്ടോ, സോറി. ക്രെഡിറ്റ് അലൗഡ് ഓൺ റിട്ടേൺ ഓഫ് ദ കണ്ടെയ്നർ 8 പെർ ഡ്രമ്മിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യും? കുറയ്ക്കുക. പക്ഷേ ഈ ക്രെഡിറ്റ് എപ്പോഴാണ് കിട്ടുക? സാധനം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അല്ലേ? യെസ്. സെയിൽസ് ടാക്സ് 10% വെറൈറ്റിയിലാണ് തന്നുള്ളത്. റോ മെറ്റീരിയലിൻ്റെ മുകളിൽ 10% ഉണ്ട്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 1200 × 20 അടിച്ച എമൗണ്ട് ഇല്ലേ? എത്ര വരെ? 24,000. അതിൻ്റെ എത്ര ശതമാനം? 10%. കൂടാതെ ഏതിൻ്റെ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട്? അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് എവിടെ ഉള്ളത്? ഓക്കെ. അപ്പോൾ 1200 × 20 അടിച്ചിട്ട് 24,000 കിട്ടും. അതിന് എത്ര? ട്രേഡ് ഡിസ്കൗണ്ട് പോയതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കുക. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അവിടെ ആ പ്രീവിയസ് ഇയർ റോസിൽ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ കറക്റ്റ് എടുത്തു. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാം? ടാക്സ്. ഈ ഡ്രമ്മില്ലേ, ഈ 480, അതിൻ്റെ മുകളിൽ 5% ഉണ്ട് അത്ര GST. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ടോട്ടൽ ഫ്രൈറ്റ് ചാർജ് പെയ്ഡ് ബൈ പർച്ചേസർ, പെയ്ഡ് ബൈ ദ പർച്ചേസർ എത്ര? പർച്ചേസർ നമ്മൾ 240. ഇൻഷുറൻസ് 2.5% നെറ്റ് ഇൻവോയ്സ് വാല്യൂ. ഇൻവോയ്സ് വാല്യൂ കണ്ടിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിലാവണം. ഏതൊക്കെ നെറ്റ് ഇൻവോയ്സ് വാല്യൂ പറയുമ്പോൾ ഏതൊക്കെ കൂട്ടണം? ടാക്സും കൂട്ടിയിട്ടുള്ള എമൗണ്ട്. ഓക്കെ അല്ലേ? ഈ 450 ഡ്രമ്മിൻ്റെ ചാർജ്, സാധനത്തിൻ്റെ വില, ഡിസ്കൗണ്ട് കുറച്ചിട്ട് ടാക്സ് കൂട്ടിയിട്ടുള്ള എമൗണ്ട് അതിൻ്റെ പെയ്ഡ് ബൈ ദ പർച്ചേസർ. സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണ്, അത് നോട്ട് ചെയ്യണം. അതെവിടെ വരുന്നതാ? സാധനം ഇവിടെ എത്തിയിട്ട് വരുന്നതാണ് സ്റ്റോർ ഓവർ ഹെഡ്. 5% ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സ്റ്റോറിൽ എത്തുന്ന വരെയുള്ള കോസ്റ്റ് ഇല്ലേ, അതിൽ ഏതൊക്കെ ഉണ്ടാവും? ഇൻഷുറൻസും ഫ്രൈറ്റും ഒക്കെ കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഇല്ലേ, അതിൻ്റെ എത്ര? 5%. ദ എൻറ്റയർ ക്വാണ്ടിറ്റി വാസ് റിസീവ്ഡ്. അപ്പോൾ ക്വാണ്ടിറ്റിയിലൊന്നും പ്രശ്നമില്ല. 1200 കിലോഗ്രാം അവിടെ ഇതാക്കിയിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റിലെ വരെ എന്തില്ല, ലോസ് ഇല്ല. പിന്നെ പ്രൊഡക്ഷൻ, ദ കണ്ടെയ്നർ റിസീവ്ഡ് ആൻഡ് ഇഷ്യൂഡ് പ്രൊഡക്ഷൻ. അപ്പോൾ കിട്ടിയ 1200 എവിടെ വന്ന്? സ്റ്റോർ ചെയ്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഫുൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. കണ്ടെയ്നർ ആർ റിട്ടേൺഡ് ഇൻ ഡ്യൂ കോഴ്സ്. അതിൻ്റെ ഇടയിൽ കണ്ടെയ്നർ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ കൊടുക്കുമ്പോൾ 8 രൂപ എന്ത് വരും? എമൗണ്ട് ലാഭം കിട്ടും. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് ഡ്രോപ്പ് എ സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ. നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസിനും കാണണം, പിന്നെ എന്തും കാണാൻ പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് പ്രൊഡക്ഷനും കാണണം. അപ്പോൾ നമ്മൾ കോളം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2 കോളം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്കിത് ഒരുമിച്ച് ചെയ്താൽ പോരെ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എഴുതാം. അതിന് മുൻപേ നമുക്ക് 1 മിനിറ്റ് ചെയ്യണതിന് മുൻപേ ക്വസ്റ്റ്യൻ എഴുതാം.
ക്വസ്റ്റ്യൻ ഏതാ? 9. ശ്രദ്ധിക്കാം. ഇതാ ഇത് പ്ലേസ് ഓഫ് ആരുടെ? സപ്ലയർ. ഗ്രേറ്റ്. സപ്ലയറുടെ പ്ലേസ്, നമ്മുടെ മറ്റൊടുത്ത പ്ലേസ് അല്ല കേട്ടോ, ഏതിലത്തെ IDTയിലെ പ്ലേസ് ഓഫ് സപ്ലൈ അല്ലേ? പ്ലേസ് ഓഫ് സപ്ലയർ ആണ്. അവിടെ വരുന്ന സാധനം എന്താ പറഞ്ഞോ? ഫസ്റ്റ് ആയിട്ട് ഏതാ? ഞാൻ പ്രോബ്ലം ചെയ്യുന്നില്ല, ഇതൊരു പിക്ചോറിറ്റിക്കലായിട്ട് കാര്യം പറഞ്ഞുതരാം പെട്ടെന്ന്, കാൽക്കുലേഷൻ എളുപ്പം. ആദ്യം അതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് പ്രൈസ് കൊടുക്കണ്ടേ? യെസ്. പിന്നെ അവിടുന്ന് ആ പർച്ചേസ് പ്രൈസിൽ നമുക്ക് എന്ത് കിട്ടും? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലടാ മുത്തുമണികളെ, 10% അല്ലേ? എന്നിട്ട് എന്ത് ചാർജ് ചെയ്യണം? ഡ്രമ്മിൻ്റെ ചാർജ് ചെയ്യണം. ഓക്കെ അല്ലേ? ഡ്രമ്മിനും എന്തുണ്ട്? അത്ര GST ഉണ്ട്. അതുകൊണ്ടാണ് ഡ്രമ്മിൻ്റെ ചാർജ് ഇപ്പോൾ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ GST ആഡ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡ്രമ്മിന് കൊടുക്കൂല. ഓക്കെ അല്ലേ? മനസ്സിലായ? ഓക്കെ. ഇവിടെ ഡ്രമ്മിനുണ്ടെന്ന് പറഞ്ഞാലോ കൊടുത്തത്. നേരത്തെ ക്വസ്റ്റിൽ ഡ്രമ്മിൻ്റെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിരുന്നു, ഓർക്കുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടുത്തെ ആദ്യം ആഡ് ചെയ്യാനുള്ള കാരണം ഡ്രമ്മിനുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടാണ് 20%. ഓക്കെ, 20%. പിന്നെ ഏതാ? കാൽക്കുലേഷൻ ഇല്ല, ജസ്റ്റ്. പിന്നെ ഡ്രം ചാർജ് ആഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് കുറച്ച് ഡ്രം ചാർജ് ആഡ് ചെയ്യുക എന്നുള്ളത് സെയിൽസ് ടാക്സ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻവോയ്സ് കിട്ടുക. എന്തിട്ടാ? നെറ്റ് ഇൻവോയ്സ്. ഇതിൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഫ്രൈറ്റ് ചാർജ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതൊരു സാധനം നെറ്റ് ഇൻവോയ്സിൻ്റെ മുകളിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ? ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് നെറ്റ് ഇതിൻ്റെ മുകളിലാണ് കാണുക. എത്ര? 2.5%. ഇതിൻ്റെ മുകളിലാണ് നെറ്റ് ഇൻവോയ്സിൻ്റെ. ഓക്കെ അല്ലേ? ഫ്രൈറ്റ് ചാർജ് ആഡ് ചെയ്ത് എന്നിട്ട് ഡ്യൂ കോസ്റ്റ് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് ലെസ് ചെയ്യാം? മറ്റേ സാധനം റിട്ടേൺ ആഡ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യാം. ഓക്കെ അല്ലേ? അതിനിപ്പോൾ എവിടെ ലെസ് ചെയ്താലും പ്രശ്നമുള്ളതല്ല, കാരണം ടാക്സിൻ്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ഓഫ് ഏതാ? ഡ്രം റിട്ടേൺ. ഓക്കെ അല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ നമുക്ക് എന്ത് വരും? ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വരും. ഓക്കെ, ഇത് ഇവിടെ എത്തുമ്പോട്ടാ ഒക്കെ കൂടെ കൂട്ടിയിട്ട്. എന്നിട്ട് ഇനി സ്റ്റോറിലെ കഥ പറയാം. സ്റ്റോറിൽ ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പുതിയൊരു കോസ്റ്റും കൂടെ വരും. ഏതാ? സ്റ്റോഴ്സിൻ്റെ എന്ത് വരും? ഓവർഹെഡും കൂടെ വരും. ഓക്കെ അല്ലേ? ഒക്കെ കൂടെ ആഡ് ചെയ്താലാണ് എന്ത് ചെയ്യുക? മെറ്റീരിയൽ കോസ്റ്റിൽ എന്താ കാണാൻ പറഞ്ഞത്? മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ? ഇഷ്യൂഡ് ടു ഏതാ? പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഓവർഹെഡും കൂടെ കൂട്ടണം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തിരുന്നു? മുന്നത്തെ ക്വസ്റ്റിലൊക്കെ ഇതുവരെയുള്ളത് മാത്രം. ഓക്കെ, ഇവിടെ ഏതും പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ സ്റ്റോറിൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? സ്റ്റോർ കീപ്പറുടെ എന്ത്? സാലറി വരും അല്ലേ? ഇവിടുത്തെ എന്ത് വരും? റെൻറ്റ് വരും. ഇടച്ചെങ്ങനെ ക്യാരിയിങ് കോസ്റ്റ് ഇല്ലേ? ഇത് ഏത് കോസ്റ്റാണ്? ക്യാരിയിങ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് അല്ലേ ഓവർഹെഡ് എന്ന് പറഞ്ഞു വരാം. ഇത്രയാണ് സംഭവം. ക്ലിയർ അല്ലേ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. കഴിഞ്ഞിട്ട് ചെയ്യാൻ തന്നാൽ മതി. എന്നാൽ ഒരുമിച്ച് ചെയ്യണോ? എന്നാൽ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. എന്നായിക്കോട്ടെ, ശ്രദ്ധിക്കും. ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ അല്ല? ഇത് മൈൻഡിലില്ലേ? ഇനി പെട്ടെന്ന് പറഞ്ഞു, ഒന്നും നോക്കണ്ട. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എണ്ണം വേണം. ഏതാണ്? പെർ യൂണിറ്റും വേണം, പിന്നെ ഏതും വേണം? ടോട്ടലും വേണം. വേണ്ടേ? ഓക്കെ, യെസ്. എന്നായിക്കോട്ടെ, പെട്ടെന്ന് സ്പീഡാക്കി. ഫസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ച് പറയും. ഏതാ? നമ്മുടെ ബേസിക് പ്രൈസ് ഇതിൻ്റെ അല്ലേ? ഇവിടെ യൂണിറ്റ് കോസ്റ്റ്, പിന്നെ ഇത് ഏതാണ്? ടോട്ടൽ കോസ്റ്റ് ഫോർ എത്ര യൂണിറ്റ്? 1200 കിലോഗ്രാം. ഫസ്റ്റ് വൺ ഏതാണ്? പർച്ചേസ് പ്രൈസ്. എത്ര വരും പർച്ചേസ് പ്രൈസ്? ഒരു യൂണിറ്റിന് 20. 1200 ആണെങ്കിൽ എത്ര വരും? 24,000. ദെൻ മൈനസ് ഏതാ? ട്രേഡ് ഡിസ്കൗണ്ട്. എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ 20ൻ്റെ 20% എത്ര വരും? 4 അല്ലേ? 4. 1200 എത്ര വരും? എന്താണ് 4 × 1200? 19,200. എന്താ? ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഫുള്ള് ഫില്ല് ചെയ്യണ്ടേ? എത്ര? 4,800. ഓക്കെ, ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എത്ര പറഞ്ഞത്? 19,200. ഇവിടെ എത്ര? 16. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ലെസ് ആഡ് ചെയ്യാം? ഡ്രമ്മിൻ്റെ എമൗണ്ട് അല്ലേ?
കാരണം ടാക്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്തോ ഡ്രമ്മിൻ്റെ എമൗണ്ട് കൂടെ ഇതാക്കണ്ടേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഏതാ ഡ്രം അല്ലെങ്കിൽ ഡ്രം ചാർജ്. എത്ര എമൗണ്ട് വരെ ഡ്രം ചാർജ്? എങ്ങനെ 1200 എണ്ണം വേണം. അതിൽ ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റി 25. അപ്പോൾ എത്ര ഡ്രമ്മാണ്? 48 ഡ്രം അല്ലേ. ഇൻറ്റു എത്രയാ? 10. അപ്പോൾ 480 എടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ എങ്ങനെ കാണുക? 480 ഡിവൈഡ് ബൈ 1200 കാണാം. എത്ര വരും? 0.40. ഓക്കെ അല്ലേ? ക്ലിയർ? ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കാണാൻ പോകുന്നത്. എത്ര വരും ടാക്സ്? ആഡ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം. ഏത് ടാക്സാണ്? സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ GST. കാണുമ്പോൾ ശ്രദ്ധിക്കണം. 19,200 അല്ലേ? 200 എത്ര ശതമാനം? 10%. അപ്പോൾ എത്ര വരും? 1900. ഓക്കെ, ഇത് വേറെ എഴുതാം അല്ലെങ്കിൽ ഒരുമിച്ച് ഇതിനുള്ളിലിടാം. 1920. പിന്നെ ഏതിൻ്റെ? 480 എത്ര ശതമാനം? 5%. എത്ര വരും? 24. അപ്പോൾ ടോട്ടല് 1944. ഗ്രേറ്റ്. ഡിവൈഡഡ് ബൈ 1944 ഡിവൈഡഡ് ബൈ 1200 അടിച്ചാൽ പെർ യൂണിറ്റിന് കിട്ടും 1.62. ഓക്കെ, യാ. എന്നിട്ട് ലെസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് എമൗണ്ട് എത്ര വരെ നോക്കാം. യൂണിറ്റും ആഡ് ചെയ്യാം, എമൗണ്ടും ആഡ് ചെയ്യാം. നമുക്ക് നെറ്റ് ഇൻവോയിസ് പ്രൈസ് എന്ന് വിളിക്കാം. യൂണിറ്റ് എത്ര വരാം? 18.02. അടുത്ത് ടോട്ടല് 21,624. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യണുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ലേ. നെറ്റ് ഇൻവോയിസ് പ്രൈസ് ആണ്. ക്ലിയർ? നമ്മുടെ പിക്ചർ നോക്കി നോക്കി. ഇപ്പോൾ ഏതുവരെയായി? ഇതുവരെ അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ ഇൻഷുറൻസ് ഉണ്ട് 2.5%. ആഡ് ഇൻഷുറൻസ് 21,624 എത്ര ശതമാനമാണ്? 2.5%. എത്ര വരും? 540 ഡിവൈഡ് ബൈ 1200 അടിക്കാം. 0.4505. ഓക്കെ, യെസ്. അല്ലെങ്കിൽ 18.02 എത്ര അടിച്ചാലും മതി? 2.5. അത് വേണ്ടല്ലോ, ഓൾറെഡി ഇതുള്ളതല്ലേ. ഇൻഷുറൻസ്. ഇനി ഏതാ? ഫ്രൈറ്റ് ചാർജ് ഉണ്ട്. എത്ര ഫ്രൈറ്റ് ചാർജ് പറഞ്ഞുള്ളത്? പറയടാ. 240 ഡിവൈഡ് ബൈ 1000. അപ്പോൾ എത്ര വരും? 0.20. ഓക്കെ, മൈനസ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഇതാക്കുക അല്ലേ. ക്രെഡിറ്റ് ഓഫ് ഡ്രം റിട്ടേൺ. എത്ര വരും ഡ്രം റിട്ടേൺ? 48 ഡ്രം അല്ലേ. ഇൻറ്റു എത്ര റുപ്യ വെച്ച്? 8 വെച്ചിട്ട് എല്ലാം റിട്ടേൺ ചെയ്തെന്ന് തന്നെ അല്ലേ വിചാരിക്കുക. എത്ര വരും? 380 ഡിവൈഡ് ബൈ അടിച്ചാൽ 0.32. ഈ ബാലൻസ് ചെയ്താൽ എത്ര വരും? അതിന് നമ്മൾ പറയാം ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. എത്ര വരും? ടോട്ടലാണ് പറഞ്ഞ് 22.02 ഇടങ്ങളൊന്നും ചെയ്യില്ല. 5.6 അല്ലേ, 0.60 പെർ യൂണിറ്റ്. എത്ര? ഡിവൈഡ് ബൈ 1200 അടിച്ചാൽ മതി. എത്ര വരും? 18.9905. ഇതിലങ്ങനല്ല. 35 ആർക്ക് കിട്ടണം? 18.3505. യെസ്, ആഡ് ചെയ്യണം. ഇനി എന്താ ആഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്റ്റോറിലെത്തി അല്ലേ. ഇനി സ്റ്റോറിൻ്റെ ഓവർ ഹെഡ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സ്റ്റോറിൻ്റെ ഓവർ ഹെഡ് പറയടാ. 5% ഓഫ് സ്റ്റോഴ്സ് ഓവർ ഹെഡ് 5%. അപ്പോൾ 5% കാണും. 22.5% ഓൺ ദിസ് പ്രൈസ്. ഏത് കണ്ടാലും കുഴപ്പമില്ല. ടോട്ടലാണ് കാണുന്ന വെച്ച് പറയണം. 1000.03. ഓക്കെ അല്ലേ. ഡിവൈഡഡ് ബൈ 1200 അടിക്കുക.
0.917 ഓക്കെ 17 ഓക്കെ 52 യെസ് സംതിങ്. പിന്നെ അപ്പോൾ ഓക്കെ ഓവറുടെ ഇനിയാണ് ഈ എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ എവിടെ എത്തി? സ്റ്റോറിലെത്തി. ഇനി ഇതും കൂടെ ആഡ് ചെയ്താൽ അപ്പോൾ ഇതുവരെ എത്തുന്ന ഏതാ പർച്ചേസ് കോസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഓവറുടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ഏതാ ഓവർ ഹെഡ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എത്ര വരും ടോട്ടൽ ചെയ്താ? 23 അപ്പുറത്ത 23 121.63 യെസ് ഡിവൈഡ് ബൈ 1200 അടിച്ചാൽ 19.268. ഓക്കെ അപ്പോൾ ഇതൊരു രസകരമായ ക്വസ്റ്റ്യനാണ്, പ്രാക്ടീസ് ചെയ്യാം.